നമ്മുടെ ഈ പ്രപഞ്ചം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അതിന്റെ ഒരു റെസിപ്പി ബുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതിലെ ചേരുവകൾ എന്തൊക്കെയാണ്, നിയമങ്ങൾ എന്തൊക്കെയാണ്? ഈ വലിയ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരുന്നൊരു സിദ്ധാന്തമുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് മോഡൽ. നമുക്കതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അപ്പോ നമുക്ക് ആ വലിയ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം, ആകാശത്തെ നക്ഷത്രങ്ങൾ മുതൽ നമ്മൾ ഓരോരുത്തരും വരെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന് ശരിക്കും ഒരു നിയമപുസ്തകമുണ്ടോ? ഉത്തരം ഉണ്ടെന്നാണ്. ആ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രപഞ്ചത്തിന്റെ നിയമപുസ്തകം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫിസിക്സ് ഇന്നുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വിജയിച്ച, ഏറ്റവും കൃത്യതയുള്ള ഒരു തിയറിയാണിത്. നമ്മുടെ അറിവിന്റെ ഒരു സ്റ്റാൻഡേർഡ് തന്നെ. അപ്പോ എന്താണ് ഈ സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് ചോദിച്ചാല് സിമ്പിളായിട്ട് പറയാം. പ്രപഞ്ചത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കണികകളും അവയെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും അടങ്ങിയ ഒരു ചട്ടക്കൂടാണിത്. സ്ട്രോങ് ഫോഴ്സ്, വീക്ക് ഫോഴ്സ്, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഇവയെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇത് ക്ലിയറായിട്ട് പറഞ്ഞുതരും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗ്രാവിറ്റി, അതായത് ഗുരുത്വാകർഷണം, ഈ മോഡലിന്റെ ഭാഗമല്ല. അതിപ്പോഴും ഒരു വലിയ രഹസ്യമായിട്ട് അങ്ങ് തുടരുകയാണ്. ഒരു അടിപൊളി വിഭവമുണ്ടാക്കാൻ നമുക്ക് ചേരുവകൾ വേണമല്ലോ. അതുപോലെ നമ്മുടെ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ അടിസ്ഥാന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. സ്റ്റാൻഡേർഡ് മോഡൽ അവയെ വളരെ വ്യക്തമായി രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ ടേബിളിൽ കാണുന്ന പോലെ വളരെ സിമ്പിളാണ്. ദ്രവ്യകണങ്ങൾ, പിന്നെ ബലവാഹകർ. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ദ്രവ്യകണങ്ങൾ എന്ന് പറയുന്നത് വീടുണ്ടാക്കാനുള്ള ഇഷ്ടികകൾ പോലെയാണെങ്കിൽ ആ ഇഷ്ടികകളെ തമ്മിൽ ഒട്ടിച്ചു നിർത്തുന്ന സിമന്റില്ലേ, അതാണ് ഈ ബോസോണുകളെന്ന് പറയുന്ന ബലവാഹകർ. ഇനി ദ്രവ്യകണങ്ങളെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ക്വാർക്കുകൾ, ഇവന്മാരാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമൊക്കെ ഉണ്ടാക്കുന്നത്. അതായത് എന്റെയും നിങ്ങളുടെയും ശരീരത്തിലെ ഓരോ ആറ്റത്തിന്റെയും നടുക്കിരിക്കുന്ന ന്യൂക്ലിയസ്. പിന്നെ ലെപ്റ്റോണുകൾ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇലക്ട്രോൺ ഈ കൂട്ടത്തിൽ പെടും. കൂടെ കുറച്ച് നിഗൂഢ സ്വഭാവമുള്ള ന്യൂട്രിനോകളും. രസം എന്താണെന്ന് വെച്ചാൽ ഈ കണങ്ങൾക്ക് ഭാരം കൂടിയ പല തലമുറകൾ കൂടിയുണ്ട്. പക്ഷെ അവയൊന്നും അത്ര സ്റ്റേബിളല്ല. ഇനിയാണ് സ്റ്റാൻഡേർഡ് മോഡലിന്റെ ഏറ്റവും വലിയൊരു മാജിക് വരുന്നത്. അതുവരെ രണ്ടാണ്, ഒരു ബന്ധവുമില്ല എന്ന് ലോകം മുഴുവൻ വിശ്വസിച്ചിരുന്ന രണ്ടടിസ്ഥാന ശക്തികളെ ഇതെങ്ങനെയാണ് ഒന്നാക്കി മാറ്റിയത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരിടത്ത് ആകാശത്ത് കാണുന്ന ഇടിമിന്നലിന് കാരണമാകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, മറ്റൊരിടത്ത് സൂര്യന്റെ ഉള്ളിൽ തീ ആളിക്കത്തിക്കുന്ന റേഡിയോ ആക്ടിവിറ്റിക്ക് കാരണമാകുന്ന വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ആരെങ്കിലും ചിന്തിക്കുവോ? എന്നാൽ സ്റ്റാൻഡേർഡ് മോഡൽ പറഞ്ഞു, ഇത് രണ്ടും രണ്ടല്ല, ഒരേ സംഗതിയുടെ രണ്ട് മുഖങ്ങളാണ്. അതാണ് ഇലക്ട്രോവീക്ക് ഫോഴ്സ്. ഈ ഒരു കണ്ടുപിടുത്തത്തിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. ആദ്യം ചില തിയറികൾ വന്നു, പക്ഷെ അതൊന്നും പൂർണ്ണമായിരുന്നില്ല. പിന്നെയാണ് ഒരു മിസ്സിംഗ് പീസ് കണ്ടെത്തിയത്. ഈ ബലങ്ങൾ കൈമാറാൻ WZ ബോസോണുകൾ എന്ന പേരുള്ള പുതിയ കണികകൾ വേണമെന്നൊരു പ്രവചനം വന്നു. അവസാനം ഇതെല്ലാം കൂടി ചേർത്തുവെച്ചാണ് ആ ഫൈനൽ തിയറി ഉണ്ടാകുന്നത്. ശാസ്ത്രത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന്റെ ഒരു ഗ്രൻ ഉദാഹരണമാണിത്. ഈ കുഞ്ഞൻ കണങ്ങളുടെ നിയമങ്ങൾ വെച്ച് പ്രപഞ്ചത്തിന്റെ തുടക്കത്തെക്കുറിച്ച് വരെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിയാണ്. അപ്പം നമുക്ക് ഈ ചെറിയ ലോകത്തിൽ നിന്ന് നേരെ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിലേക്ക്, ആ മഹാവിസ്ഫോടനത്തിന്റെ സമയത്തേക്ക് ഒന്ന് പോയി വരാം. ഈ നമ്പർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. 0.24. വെറുമൊരു സംഖ്യയാണെന്ന് തോന്നാം, അല്ലേ? പക്ഷെയല്ല. പ്രപഞ്ചത്തിൽ ഇന്ന് കാണുന്ന ദ്രവ്യത്തിന്റെ ഏകദേശം 24% ഹീലിയമാണ്. ഈ ഒരൊറ്റ സംഖ്യയിൽ സ്റ്റാൻഡേർഡ് മോഡലിന്റെ ഏറ്റവും വലിയൊരു തെളിവൊളിഞ്ഞിരിപ്പുണ്ട്. ഈ ഗ്രാഫ് നോക്കൂ. ഇതാണ് സ്റ്റാൻഡേർഡ് മോഡലിന്റെ പ്രവചനശക്തി. മോഡൽ പറഞ്ഞു, പ്രപഞ്ചത്തിൽ 3 തരം ന്യൂട്രിനോകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ബിഗ് ബാങ്ങിന് ശേഷമുണ്ടാകുന്ന ഹീലിയത്തിന്റെ അളവ് കൃത്യം 24% പിന്നീട് നമ്മൾ ദൂരദർശിനികളിലൂടെ പ്രപഞ്ചത്തെ നോക്കിയപ്പോഴെന്താ കണ്ടത്? അത്ഭുതം. അളവ് കൃത്യം 24% തന്നെ. ഇനിയിപ്പോ ഒരു 4ാമത്തെ ന്യൂട്രിനോ ഉണ്ടായിരുന്നെങ്കിലോ? ആ ഹീലിയത്തിന്റെ അളവ് ഇതിലും എത്രയോ മുകളിൽ പോയേനെ. തിയറിയും റിയാലിറ്റിയും തമ്മിലുള്ള ഈയൊരു പൊരുത്തം ശരിക്കും അവിശ്വസനീയമാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് മോഡൽ ഒരു ഗംഭീര സംഭവമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. ഇതാണ് സയൻസിന്റെ ഒരു രസം. നമുക്ക് കിട്ടുന്ന ഓരോ ഉത്തരവും മുന്നോട്ട് വെക്കുന്നത് പുതിയ, ഇതിലും വലിയ ചോദ്യങ്ങളാണ്. അപ്പോ എന്തൊക്കെയാണ് ആ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ? ഒന്നാമത്തത്, ന്യൂട്രിനോയുടെ പിണ്ഡം.
സ്റ്റാൻഡേർഡ് മോഡൽ പറയുന്നത് അവയ്ക്ക് മാസ് ഇല്ല എന്നാണ്. പക്ഷെ പരീക്ഷണങ്ങൾ കാണിക്കുന്നത് അവയ്ക്ക് ചെറിയൊരു മാസ് ഉണ്ടെന്നാണ്. ഇതൊരു വലിയ പസിലാണ്. രണ്ടാമത്തേത്, എവിടെ പോയ ആന്റിമാറ്റർ? ബിഗ് ബാങ്കിൽ മാറ്ററും ആന്റിമാറ്ററും ഒരുപോലെയാണ് ഉണ്ടായതെങ്കിൽ ഇന്ന് കാണുന്ന മാറ്റർ മാത്രമേയുള്ളൂ. ബാക്കി ആന്റിമാറ്റർ എവിടെ? പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും വീക്ക് ഫോഴ്സും ഒന്നിച്ചതുപോലെ സ്ട്രോങ് ഫോഴ്സിനെയും ഇതിന്റെ കൂടെ ചേർക്കാൻ പറ്റുമോ? ഇതൊന്നും സ്റ്റാൻഡേർഡ് മോഡലിന്റെ കുറവുകളല്ല, മറിച്ച് ഫിസിക്സിലെ പുതിയൊരു ലോകത്തേക്കുള്ള താക്കോലുകളാണ്. അപ്പോ സ്റ്റാൻഡേർഡ് മോഡലിന് ഈ നിയമപുസ്തകം നമുക്ക് പ്രപഞ്ചത്തിന്റെ ഒരുപാട് രഹസ്യങ്ങൾ പറഞ്ഞു തന്നു. പക്ഷെ ഈ പുസ്തകത്തില് ഇനിയും ഒരുപാട് പേജുകൾ കാലിയായി കിടപ്പുണ്ട്. ആ പേജുകളിൽ എഴുതി ചേർക്കാൻ പോകുന്ന പ്രപഞ്ചത്തിന്റെ പുതിയ നിയമങ്ങൾ എന്തൊക്കെയായിരിക്കും? അതറിയാനുള്ള യാത്രയിലാണ് ശാസ്ത്രലോകം.